ഹായ് ഓൾ, നമ്മൾ ഹെറോൺസ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ക്ലാസ് 9th. അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യാൻ പോകുന്നത്. അത് രണ്ട് ക്വസ്റ്റ്യൻസും സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണുക, എന്നിട്ട് ഇത് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ, 2 sides of which are 18 cm and 10 cm. അപ്പം നമുക്ക് രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് എഴുതാം. എ ഈസ് ഈക്വൽ ടു 18 cm, ബി ഈസ് ഈക്വൽ ടു 10 cm ആൻഡ് ദ പെരിമീറ്റർ ഇസ് 42 cm. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 42 ആണ്. പെരിമീറ്റർ എന്താ? എ പ്ലസ് ബി പ്ലസ് സി ആണ് എന്ത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ നമുക്കറിയാം 18, ബി നമുക്കറിയാം 10, സി നമുക്കറിയത്തില്ല, മൂന്നാം സൈഡ് നമുക്കറിയത്തില്ല, ആൻഡ് പെരിമീറ്റർ നമുക്കറിയാം 42 ആണെന്ന്. അപ്പോൾ ഇത് സോൾവ് ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28 + c is equal to 42. ദറ്റ് ഇംപ്ലൈസ് c is equal to, c നമുക്ക് എന്താണെന്ന് കിട്ടും? ഇത് സോൾവ് ആക്കുക. അപ്പോൾ നമുക്ക് 14 cm എന്ന് കിട്ടും. അതായത് 42, ഈ പോസിറ്റീവ് 28 അപ്പുറത്തേക്ക് പോകുമ്പോൾ -28 ആവും. അപ്പോൾ c is equal to, നിങ്ങൾ വെറുതെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 14 cm എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 സൈഡുകൾ കിട്ടി. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ അടുത്ത് എന്താ വേണ്ടത്? എസ് വേണം. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സെമി പെരിമീറ്റർ. അതായത് എന്താ? പെരിമീറ്റർ ബൈ 2. പെരിമീറ്റർ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ 42/2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 cm. ഇതാണ് എൻ്റെ എസ്. ഇത് നമുക്ക് ഇക്വേഷനിലിടാം. ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. റൂട്ട് ഓഫ് എസ് എന്താ? 21 ഇൻറ്റു 21 മൈനസ് എ എന്താണ്? എ നമുക്ക് 18, പിന്നെ 21 മൈനസ് ബി എന്തായിരുന്നു? ബി ഇസ് 10, പിന്നെ 21 മൈനസ് സി എന്താ? സി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് 14. ഇത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്തിട്ട് എഴുതുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 21 ഇൻറ്റു 3 ഇൻറ്റു 11 ഇൻറ്റു 7. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം. 21 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ആക്കാം? 3 ഇൻറ്റു 7 ഇൻറ്റു ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ബാക്കി നമുക്ക് ഒന്നും ഇനി സ്പ്ലിറ്റ് ചെയ്യാനില്ലല്ലോ, ഒന്നും നമുക്ക് സ്പ്ലിറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. 3 3 ഒരേപോലെയുള്ള 2 പേരാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഒരേപോലത്തെ 2 ആൾക്കാരും എടുക്കണം. 3 3 എടുത്തു. ഇവർ രണ്ടുപേരും കൂടി നമ്മൾ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 3 ആയിട്ട് പുറത്തേക്ക് വന്നു. 7 7 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരാളായിട്ട് നമ്മൾ ഒരു 7 പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? 11 ഉണ്ട്. ആ 11 അങ്ങനെ തന്നെ അതിനകത്ത് വെച്ചേക്കാം. 3 7s are 21. ബാക്കി എന്താ ഉള്ളത്? റൂട്ടിനകത്തുള്ള 11 അതങ്ങനെ തന്നെ നോട്ടെ, cm². ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ആക്കുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ തുടക്കം തൊട്ട് ഒന്നും കൂടെ വീഡിയോ എടുത്ത് കാണുക, എന്നിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.